നമസ്കാരം. യൂണിയൻ ഫോർ ഇൻ്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക അർബുദ ദിനമായി ആചരിച്ചു വരുന്നു. അർബുദങ്ങളിൽ സർവ്വസാധാരണമായ ഒന്നാണ് വായിലെ അർബുദം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രണ്ടാമത്തെ അർബുദമാണ് വായിലെ അർബുദം. പ്രതിവർഷം 77,000 പുതിയ രോഗികളും 52,000 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വായിലെ അർബുദങ്ങളിൽ ചുണ്ട്, നാവ്, തൊണ്ട, കവിളുകൾ, മോണ എന്നീ അവയവങ്ങളെ ബാധിക്കുന്ന അർബുദങ്ങളും ഉൾപ്പെടുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ വായിലെ അർബുദത്തിൻ്റെ നിരക്ക് 2 ഇരട്ടിയാണ്. പുകയില ഉപയോഗം. വായിലെ അർബുദം വരുന്നവരിൽ 90% പുക വലിക്കുകയോ പുകയില ഉപയോഗിക്കുകയോ ചെയ്യുന്നവരാണ്. സിഗരറ്റ്, ബീഡി, പാൻ മസാല, മുറുക്കാൻ തുടങ്ങിയവ പുകയിലയുടെ വിവിധ ഉൽപ്പന്നങ്ങളാണ്. മദ്യത്തിൻ്റെ ഉപയോഗം അർബുദമുണ്ടാക്കുന്നതിൽ വലിയ തോതിൽ തന്നെ സ്വാധീനം ചെലുത്തുന്നു. കേടുവന്ന് ദ്രവിച്ച പല്ലുകളും മൂർച്ചയേറിയ പല്ലുകളും വായിൽ തുടർച്ചയായി മുറിവുണ്ടാക്കുന്നു. ഇത് അർബുദത്തിന് കാരണമായേക്കാം. തുടർച്ചയായ അടയ്ക്കയുടെ ഉപയോഗവും അർബുദത്തിന് കാരണമാവുന്നു. രോഗലക്ഷണങ്ങൾ. 5-ൽ 4 പേരും രോഗലക്ഷണങ്ങളെപ്പറ്റി അറിയുന്നില്ല. എന്താണ് പൊതുവായ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? വായിലെ അർബുദം പൊതുവെ തുടങ്ങുന്നത് ചെറിയ പുണ്ണുകളായിട്ടാണ്. പിന്നീട് ഇവ വെളുത്തതും ചുവന്നതുമായ തടിപ്പുകളായി മാറുന്നു. ഇവയിൽ ചുവന്നതും തിളക്കമേറിയതുമായ പാടുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ 3 ആഴ്ചയിലധികം ഭേദമാകാത്ത മുറിവുകൾ അതും അർബുദത്തിന് കാരണമാകുന്ന ഒന്ന് തന്നെയാണ്. വായിലും കഴുത്തിലും കീഴ്ത്താടിയിലുമായി കാണുന്ന അകാരണമായ മുഴകൾ ഇവയും രോഗലക്ഷണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്ന് തന്നെയാണ്. ഇവയെല്ലാം ഭാവിയിൽ അർബുദത്തിന് കാരണമാകുന്ന ഒന്നാണ്. സ്ഥിരമായി പുക വലിക്കുന്നവരിലും അടയ്ക്ക ഉപയോഗിക്കുന്നവരിലും വായിലെ തൊലിയുടെ കട്ടി കൂടുന്നതിനോടൊപ്പം തന്നെ എരിവ്, പുളി എന്നിവ ഉപയോഗിക്കുമ്പോൾ ശക്തമായ പുകച്ചിൽ അനുഭവപ്പെടുന്നു. ഈ ഘട്ടത്തിൽ ചികിത്സ തേടാത്തവർ പിന്നീട് വായ ഒട്ടും തുറക്കാനാവാത്ത അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരാറുണ്ട്. എങ്ങനെയാണ് വായിലെ അർബുദത്തെ പ്രതിരോധിക്കുന്നത്? പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. മദ്യപാനം ഉപേക്ഷിക്കുക. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ആരംഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് എളുപ്പത്തിൽ നിർത്താമെന്ന ആത്മവിശ്വാസം ഉണ്ടായേക്കാം. പക്ഷേ അതത്ര എളുപ്പമല്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോക്ടറുടെയോ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുടെയോ സഹായം ആവശ്യമായി വന്നേക്കാം. കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണം ശീലമാക്കുക. കീടനാശിനി അടങ്ങിയതും കൃത്രിമ മധുരവും നിറമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. വായിൽ നിരന്തരമായി മുറിവുണ്ടാക്കുന്ന മൂർച്ചയേറിയതും ദ്രവിച്ചതുമായ പല്ലുകൾക്ക് ചികിത്സ തേടുക. കേരളത്തിൽ വിമുക്തി മിഷന്റെ ഭാഗമായി 14 ഡി-അഡിക്ഷൻ സെൻ്ററുകളാണ് പ്രവർത്തിക്കുന്നത്. ദേശീയ പുകയില നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി നാഷണൽ ടൊബാക്കോ ക്വിറ്റ് ലൈൻ സർവീസ് 1800-112-356 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതി? ഒട്ടുമിക്ക അർബുദങ്ങളെ പോലെ വായിലെ അർബുദവും പല ഘട്ടങ്ങളായാണ് മൂർച്ഛിക്കുന്നത്. ട്യൂമറിൻ്റെ വലിപ്പം, ലിംഫ് നോഡിൻ്റെ സാന്നിധ്യം, മറ്റ് അവയവങ്ങളിലേക്കുള്ള അർബുദത്തിൻ്റെ വ്യാപനമനുസരിച്ച് ഓരോ രോഗികൾക്കും വ്യത്യസ്തമായ ചികിത്സാ രീതികൾ നൽകി വരുന്നു. സർജറി, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി തുടങ്ങിയവയാണ് സാധാരണയായി ചെയ്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ ട്യൂമറിൻ്റെ വലുപ്പം 2 സെൻറ്റിമീറ്ററോ അതിൽ കുറവോ ആയിരിക്കും. അതുപോലെ തന്നെ ലിംഫ് നോഡുകളിലേക്കും മറ്റു അവയവങ്ങളിലേക്കും ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. രണ്ടാം ഘട്ടത്തിൽ ട്യൂമറിൻ്റെ വലുപ്പം 2 സെൻറ്റിമീറ്റർ മുതൽ 4 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. ലിംഫ് നോഡുകളിലേക്കും മറ്റു അവയവങ്ങളിലേക്കും ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതല്ല. ഈ 2 ഘട്ടത്തിലും സർജറിയിലൂടെ ട്യൂമർ നീക്കമാക്കിയതിനു ശേഷം റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയും ചെയ്യുന്നു. 3-ാം ഘട്ടത്തിൽ ട്യൂമറിൻ്റെ വലിപ്പം 4 സെൻറ്റിമീറ്ററോ അതിൽ കുറവോ ആയിരിക്കും. അതുപോലെ തന്നെ ഒരേ ഭാഗത്തെ ലിംഫ് നോഡുകളിലേക്കും അർബുദം ബാധിച്ചതായി കാണപ്പെടുന്നു. മറ്റ് അവയവങ്ങളിലേക്ക് ട്യൂമറിൻ്റെ സാന്നിധ്യം കാണുന്നില്ല. 4-ാം ഘട്ടം അഥവാ അർബുദം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ട്യൂമറിൻ്റെ വലിപ്പം കൂടുകയും സമീപത്തുള്ള ലിംഫ് നോഡ്, എല്ലുകൾ, മറ്റ് അവയവങ്ങളിലേക്ക് അർബുദം ബാധിക്കുന്നു. 3-ഉം 4-ഉം ഘട്ടങ്ങളിൽ സർജറിയിലൂടെ ട്യൂമർ ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ അർബുദം ബാധിച്ചിരിക്കുന്ന ലിംഫ് നോഡുകളെ ആവശ്യമെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. ശേഷം കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ചെയ്യുന്നു. മറ്റ് അവയവങ്ങളിലേക്ക് അർബുദം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പിയും പാലിയേറ്റീവ് കെയറും നൽകാറുണ്ട്. ഏറെക്കുറെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒന്നാണ് വായിലെ അർബുദം. മദ്യപാനവും പുകവലിയും പൂർണ്ണമായും നിർത്തുക. വായിൽ അസാധാരണമായ മുറിവുകളോ മുഴകളോ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ഡെൻ്റൽ ക്ലിനിക്കിലോ ഡെൻ്റൽ ഹെൽത്ത് സെൻ്ററിലോ കാണിക്കേണ്ടതാണ്. സ്വയം പരിശോധന വളരെ എളുപ്പവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുകയും ചെയ്യും. തെറ്റിദ്ധാരണകളല്ല, തിരിച്ചറിവുകളാണ് നമുക്ക് വേണ്ടത്. ഈ തിരിച്ചറിവിലൂടെ ഒരു യുവതലമുറയെ നമുക്ക് വാർത്തെടുക്കാം. നന്ദി.